പ്രകമ്പനം ഒരു നൈസ് പടം. അതായത് ഒരു പാക്ഡ് ആയിട്ടുള്ള ക്രൗഡിനോടൊപ്പം ഇരുന്ന് തിയേറ്ററിൽ ഇരുന്ന് കണ്ട് എൻജോയ് ചെയ്യാൻ പറ്റിയിട്ടുള്ള സിനിമ. ഈ സിനിമയുടെ ഏറ്റവും വലിയ പ്ലസ് പോയിന്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് ഹൊറർ കോമഡി ജോണറിൽ വരുന്ന സിനിമയാണ്. ആ ഒരു ജോണറിനോട് പൂർണ്ണമായിട്ടും നീതി പുലർത്തിയിട്ടുണ്ട്. പ്രത്യേകിച്ച് ഇതിനകത്ത് ഹൊറർ എലിമെൻറ്റ് സിനിമയിലേക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നിടം തൊട്ടാണ് വ്യക്തിപരമായിട്ട് ഞാൻ കൂടുതൽ ഇൻട്രസ്റ്റോടു കൂടി ഈ സിനിമ കണ്ടു തുടങ്ങിയത്. അത് ഭയങ്കര രസമുള്ളൊരു ഹൊറർ എലിമെൻ്റ് ആയിരുന്നു. സിനിമ സംസാരിക്കുന്നത് കോളേജ് ഹോസ്റ്റൽ, അവിടേക്ക് പ്രേതം വരുന്നതും തുടർന്ന് നടക്കുന്ന പരിപാടികളൊക്കെ ആണെങ്കിലും ഇതിനൊരു കണ്ണൂർ ബാക്ക്ഗ്രൗണ്ട് ഉണ്ട്. കണ്ണൂർ കമ്മ്യൂണിസ്റ്റ് അല്ലെങ്കിൽ നിരീശ്വരവാദം, അതിലേക്ക് പ്രേതം വരുന്നതും അതൊക്കെ കൂടുതൽ സിനിമയെ ഇൻട്രസ്റ്റ് ആക്കിയിട്ടുണ്ട്. നദികളിൽ സുന്ദരി യമുന എന്ന സിനിമയുടെ സംവിധായകൻ കൂടിയായിട്ടുള്ള വിജേഷ് പനത്തൂരാണ് ചിത്രം ഒരുക്കിയിരിക്കുന്നത്. നല്ലൊരു അറ്റംപ്റ്റ് ആയിട്ടാണ് തോന്നിയിട്ടുള്ളത്. പുള്ളിക്കാരൻ ഡീസൻ്റ് ആയിട്ട് അത് ചെയ്തിട്ടുണ്ട്. തിയേറ്ററിലുടനീളം ആ ഒരു ചിരി മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോകാനായിട്ട് അദ്ദേഹത്തിന് സാധിച്ചിട്ടുണ്ട്. ഈ സിനിമയുടെ ഏറ്റവും വലിയ പ്ലസ് പോയിന്റ് എന്ന് പറയുന്നത് ആക്ടേഴ്സിൻ്റെ പെർഫോമൻസാണ്. പ്രത്യേകിച്ച് സാഗർ സൂര്യൻ. പുള്ളിക്കാരൻ പണി എന്ന സിനിമയിൽ നമ്മൾ കണ്ടതാണ് പുള്ളിയുടെ പെർഫോമൻസ്. ഈ സിനിമയിലേക്ക് വന്നാലും സമാനമായ രീതിയിൽ ഈ ഒരു സിനിമയുടെ ആത്മാവെന്ന് പറയുന്നത് സാഗർ സൂര്യയാണ്. കാരണം ഒന്ന് അങ്ങോട്ടോ ഒന്ന് ഇങ്ങോട്ടോ പോയി കഴിഞ്ഞാൽ പണി പാളാവുന്ന ഒരു ക്യാരക്ടറാണ് പുള്ളിയുടേത്. പുള്ളി അത് നല്ല രീതിയിൽ തന്നെ പുള്ളിക്കാരൻ ആ ഒരു കഥാപാത്രം ചെയ്തു വെച്ചിട്ടുണ്ട്. അതുകൊണ്ടാണ് ഈ ഒരു സിനിമ കൂടുതൽ എൻഗേജിങ് ആവുന്നത്. ഇതിലെ കാസ്റ്റ് ആൻഡ് ക്രൂ എന്നൊക്കെ പറയുന്നത് വളരെ പ്രോമിസിങ് ആയിട്ടുള്ള ആക്ടേഴ്സിൻ്റെ ലിസ്റ്റാണ്. ഇതിനകത്ത് പ്രധാന കഥാപാത്രങ്ങളായിട്ട് വന്നിട്ടുള്ളത് സാഗർ സൂര്യ, ഗണപതി, അതേപോലെ അല്ലമീൻ. ഇവർ മൂന്നുപേരാണ് ലീഡ് റോൾ ചെയ്യുന്നത്. ഇവരെ കൂടാതെ മല്ലിക സുകുമാരൻ ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്യാരക്ടർ വരുന്നുണ്ട്. പ്രശാന്ത് പി അലക്സാണ്ടർ ഉണ്ട്, രാജേഷ് മാധവനുണ്ട്, കലാഭവൻ നവാസ് അദ്ദേഹത്തിൻ്റെ അവസാനത്തെ സിനിമയാണ്. എന്നത്താൻ കേസ് വിടുന്ന സിനിമയിലെ കുഞ്ഞികൃഷ്ണൻ. പുള്ളിക്കാരനെ സ്ക്രീനിൽ കാണിക്കുമ്പോൾ എനിക്ക് എപ്പോഴും ആ ഒരു ജഡ്ജിയാണ് ഓർമ്മ വരുന്നത്. പുള്ളിക്കാരൻ ഇതിനകത്തൊരു കോമഡി റോളിലാണ് ഉള്ളത്. ഇങ്ങനെ ഒരുപാട് ആൾക്കാർ സിനിമയിലുണ്ട്. എല്ലാവരും അവരുടെ റോള് ഭംഗിയായിട്ട് ചെയ്തിട്ടുണ്ട്. സിനിമ ലാൻഡ് ചെയ്യാൻ കുറച്ച് സ്ലോ പേസ്ഡ് ആയിട്ട് പോകുന്നതായിട്ട് എനിക്ക് ഫീൽ ചെയ്തു. പിന്നെ സെക്കൻഡ് ഹാഫ് വരുമ്പോഴത്തേക്ക് ഒരു ഇച്ചിരി ഇഴച്ചിൽ ഫീൽ ചെയ്തത് ഒഴിച്ചു നിർത്തി കഴിഞ്ഞാൽ ത്രൂ ഔട്ട് ദി സിനിമ ഞാൻ നല്ല രീതിയിൽ എൻജോയ് ചെയ്ത് എൻജോയ് ചെയ്താണ് ഞാൻ കണ്ടിട്ടുള്ളത്. പ്രത്യേകിച്ച് ഫസ്റ്റ് ഹാഫിലെ ഈ ഒരു ഹൊറർ എലിമെൻറ്റ് ഒരു സിനിമയിൽ സംഭവിക്കുന്നിടം തൊട്ട് ഭയങ്കര രസമായിരുന്നു. അതായത് പിന്നീട് ഉണ്ടാകുന്ന ഓരോ സിറ്റുവേഷനിലും ഇതെങ്ങനായിരിക്കും, ഇതെന്തായിരിക്കും എന്ന് അറിയാനുള്ളൊരു ആകാംക്ഷയും. അവിടെ സാഗർ സൂര്യയുടെ പെർഫോമൻസൊക്കെ ആയപ്പോഴത്തേക്ക് ഒരു കിടിലൻ ഒരു ഫൺ റൈഡ് തന്നെയായിരുന്നു സിനിമ. എന്ന് കരുതി ഇതൊരു ഭയങ്കര വലിയ സിനിമയാണെന്നൊന്നും ഞാൻ പറയില്ല. ഉറപ്പായിട്ടും നമ്മൾ ഫ്രണ്ട്സൊക്കെ ആയിട്ട് പോയിരുന്ന് തിയേറ്ററിൽ നിന്ന് കണ്ട് എൻജോയ് ചെയ്യാൻ പറ്റിയിട്ടുള്ള വൺ ടൈം വാച്ചബിൾ തിയേറ്ററിൽ ഡിമാൻഡ് ചെയ്യുന്ന ഒരു സിനിമ. ഇതാണ് എന്നെ സംബന്ധിച്ചിടത്തോളം പ്രകമ്പനം. ഇപ്പോൾ ലേറ്റസ്റ്റ് ആയിട്ട് ഇറങ്ങിയിട്ടുള്ള സർവമായ, അതും സമാനമായിട്ടുള്ള ഒരു ജോണറിലാണ് ഇറങ്ങിയിട്ടുള്ളത്. ഇപ്പം ഹൊറർ കോമഡി എന്ന് പറയുന്നത് വർക്കൗട്ട് ആയി കഴിഞ്ഞാൽ എല്ലാവർക്കും, ഇപ്പം ഫാമിലി ആയിക്കോട്ടെ യൂത്ത് ആയിക്കോട്ടെ, എല്ലാവർക്കും തിയേറ്ററിൽ ഇരുന്ന് എൻജോയ് ചെയ്ത് കാണാൻ പറ്റിയിട്ടുള്ള ജോണറാണ്. അതിൽ മലയാളത്തിൽ ഒരുപാട് സിനിമകൾ അത്തരത്തിൽ ഇറങ്ങിയിട്ടുണ്ട്. ഇപ്പം അടികപ്പിയാരെ കൂട്ടമണി, ഹലോ മമ്മി, രോമാഞ്ചം, ഇപ്പോൾ കണ്ട പ്രകമ്പനം, സർവമായ, അങ്ങനെ ഒരുപാട് സിനിമകൾ ഈ ഒരു ജോണിൽ ഇറങ്ങിയിട്ടുണ്ട്. ഇതെല്ലാം തന്നെ വർക്കൗട്ടായിട്ടും ഉണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം തിയേറ്ററിൽ ഇത്തരത്തിലുള്ള സിനിമകൾ പെട്ടെന്ന് വർക്കൗട്ടാവും. പിന്നെ അതൊരു ഹൊറർ എലമെൻറ്റും ആ ഒരു കോമഡിയും പെർഫെക്റ്റായിട്ട് മാച്ച് ആവുകയാണെന്നുണ്ടെങ്കിൽ കിടിലമായിട്ട് തിയേറ്ററിൽ വർക്കൗട്ടാവും. ഈ സിനിമയും അതേ രീതിയിൽ തന്നെ തിയേറ്ററിലെ ആൾക്കാരെല്ലാം നല്ല രീതിയിൽ എൻജോയ് ചെയ്താണ് കണ്ടത്. ഞാനും പ്രത്യേകിച്ച് ഫസ്റ്റ് ഹാഫിലൊക്കെ നല്ല രീതിയിൽ എൻജോയ് ചെയ്ത് കണ്ടു. സെക്കൻഡ് ഹാഫിൽ കുഴപ്പമില്ല. ഫസ്റ്റ് ഹാഫോളം വന്നില്ലെങ്കിലും സെക്കൻഡ് ഹാഫ് എനിക്ക് വർക്കായി. ക്ലൈമാക്സും രസമുണ്ടായിരുന്നു. അങ്ങനെ മൊത്തത്തിൽ കണ്ടിരിക്കാൻ പറ്റിയിട്ടുള്ള ഒരു വൈബ് പടമായിട്ടാണ് പ്രകമ്പനം തോന്നിയിട്ടുള്ളത്. സിനിമയുടെ ടെക്നിക്കൽ സൈഡിലേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ ആൽബിൻ ആൻ്റണിയാണ് ചിത്രത്തിൻ്റെ ക്യാമറ ചെയ്തിട്ടുള്ളത്. സൂരജ് ES ആണ് ചിത്രം എഡിറ്റ് ചെയ്തിട്ടുള്ളത്. ശങ്കർ ശർമ്മയാണ് ചിത്രത്തിൻ്റെ ബാക്ക്ഗ്രൗണ്ട് സ്കോർ ചെയ്തിട്ടുള്ളത്. ബിബിൻ അശോകാണ് മ്യൂസിക് ചെയ്തിട്ടുള്ളത്. ടെക്നിക്കലി കുഴപ്പമില്ലാത്ത രീതിയിൽ തന്നെ സിനിമയെ സപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ഞാൻ ഈ ഒരു സിനിമ ഒരാൾ എന്തിന് കാണണമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ പറയുന്നത് സാഗർ സൂര്യയെ നിങ്ങൾക്ക് ഇഷ്ടമാണ്, സാഗർ സൂര്യയുടെ പണിയിലെ പെർഫോമൻസ് നിങ്ങൾ കണ്ട് എക്സൈറ്റഡ് ആയിട്ടുണ്ട് എങ്കിൽ ഈ സിനിമയെ നിങ്ങളൊന്ന് കാണണം. പിന്നെ അത്യാവശ്യം ചിരിക്കാനുള്ള വകുപ്പൊക്കെ ഉള്ള ഹൊറർ കോമഡി എന്നുള്ള ജോണർ നിങ്ങൾ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്കൊന്ന് ട്രൈ ചെയ്ത് നോക്കാവുന്ന ഒരു സിനിമ. അങ്ങനെയാണ് പ്രകമ്പനം എന്ന സിനിമ കണ്ടപ്പോഴത്തേക്കും എനിക്ക് വ്യക്തിപരമായിട്ട് അനുഭവപ്പെട്ടിട്ടുള്ളത്. നിങ്ങളും തിയേറ്ററിൽ പോയി കാണാൻ തന്നെ ശ്രമിക്കുക. ചിലപ്പം നിങ്ങൾക്ക് ഞാൻ പറഞ്ഞതിനെക്കാട്ടി കൂടുതലായിട്ട് ഈ സിനിമ ഇഷ്ടപ്പെടാം, ചിലപ്പം അത്രയ്ക്കൊന്നും ഇല്ലല്ലോ എന്നും തോന്നിയേക്കാം. അതായത് സിനിമയെന്ന് പറയുന്നത് പേഴ്സൺ ടു പേഴ്സൺ വ്യത്യസ്ത അഭിപ്രായങ്ങൾ ഉണ്ടാവുമല്ലോ, അതുകൊണ്ട് അതിൻ്റെ ഭാഗമായിട്ടുണ്ടാവുന്നതാണത്. എന്നാൽ തിയേറ്ററിൽ പോയിരുന്ന് കണ്ടു കഴിഞ്ഞാൽ പൈസ പോയി എന്ന് തോന്നാൻ സാധ്യത വളരെ കുറവാണ്. പ്രത്യേകിച്ച് നമ്മൾ ഈ പറയപ്പെടുന്ന നല്ലൊരു ക്രൗഡിനോടൊപ്പം അല്ലെങ്കിൽ നമ്മൾ നമ്മുടെ ഫ്രണ്ട്സൊക്കെ ആയിട്ട് പോവുകയാണെന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും എൻജോയ് ചെയ്ത് കാണാൻ പറ്റിയിട്ടുള്ളൊരു സിനിമയായിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. എല്ലാവരും തിയേറ്ററിൽ തന്നെ പോയി സിനിമ കാണുക, വിലയിരുത്തുക. മറ്റൊരു സിനിമയുടെ വിശേഷങ്ങളുമായി അടുത്ത വീഡിയോയുമായി വരുമ്പോഴേക്കും ദിസ് ഈസ് മീ രോഹിത് സൈനിങ് ഓഫ്. യു ആർ വാച്ചിങ് അബ്സല്യൂട്ട് സിനിമ. ടേക്ക് കെയർ.